വിജയ് വിൻസെന്റ്, എന്താണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? എന്താകും ഈ സംഘർഷത്തിന്റെ ഭാവി? പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഒരു മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷനിലേക്ക് നീങ്ങുകയാണ് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വാഷിങ്ടൺ പോസ്റ്റിലെ എഡിറ്റ് പേജ് എഴുത്തുകാരനായ മൈക്കിൾ ഹേഴ്സൺ നൽകിയിട്ടുള്ളൊരു വിവരം, ടെല്ലവീവിൻ്റെ 1/3 വാസയോഗ്യമല്ലാത്ത വിധം തകർക്കപ്പെട്ടു എന്നാണ്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനപ്പെട്ട നഗരങ്ങൾ ഹൈഫയും അതുപോലെ ജെറുസലേം അടക്കം ഇറാൻ്റെ നിരന്തരമായ ആക്രമണത്തിന് വിധേയമാവുന്നുണ്ട്, മിസൈൽ ആക്രമണത്തിന് വിധേയമാവുന്നുണ്ട്. ഇറാനിലും വലിയ തകർച്ച ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ലഭ്യമായ വിവരം താങ്കൾ സൂചിപ്പിച്ചത് വളരെ അപകടകരവും ഭീതിതവുമായിട്ടുള്ള ഒരു വിവരമാണ്. ഇപ്പം 408 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരം അവർക്കുണ്ട് എന്നാണ് IAEAയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഈ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഐസോട്ടോപ്പ് U-235 അത് വളരെ പെട്ടെന്ന് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് 0.7% ഈ യുറേനിയം 235 ഉണ്ടാവുക. അത് ഒരു 5% സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. 20% സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞാൽ അത് വൈദ്യശാസ്ത്ര കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 60%ത്തിലേക്ക് എത്തിയാൽ അത് വളരെ പെട്ടെന്ന് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഈ സമ്പുഷ്ടീകരണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് 0.7-ൽ നിന്ന് 4%-ലേക്കും 20%-ലേക്കും എത്തുന്നതിന് അതിന് വേണ്ടുന്ന സമയത്തിൻ്റെ ചെറിയ സമയം കൊണ്ട് തന്നെ അത് 60-ലേക്കും 90-ലേക്കും എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ 408 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരം ഇറാന് വളരെ സുരക്ഷിതമായി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡിലേക്ക് മാറ്റാൻ വേണ്ടുന്ന സമയം 8-9 ദിവസം മാത്രമാണ്. അതിനർത്ഥം ഇറാന് ആണവ ബോംബ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ്. അങ്ങനെ അവർ ആണവ ബോംബ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാൻ പൂർണ്ണമായും ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേൽ ആവട്ടെ ആണവ ശക്തിയാണ്. തിരിച്ച് ഇസ്രായേൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് നേരിടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള മുഴുവൻ ആയുധങ്ങളും അവരും എടുത്ത് പ്രയോഗിക്കും. ഞാൻ ഇതിനിടയിൽ താങ്കൾ ഇത്രയും വിശദീകരിച്ച ഭാഗത്ത് ഞാൻ എൻ്റെ ഒരു സംശയം ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, താങ്കൾ അത് ഒന്ന് കേൾക്കുമല്ലോ. അതായത് താങ്കൾ പറഞ്ഞ 60% യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് അണ്വായുധത്തിലേക്ക് വളരെ എളുപ്പത്തിലേക്ക് കടക്കാൻ പാകത്തിലുള്ള ഒന്നാണെന്നാണ്. പക്ഷേ IAEA തന്നെ പറഞ്ഞത് അണ്വായുധ നിർമ്മാണത്തിലേക്ക് എത്തുന്ന തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണല്ലോ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, അമേരിക്കയുടെ ഇന്റലിജൻസും ഡൊണാൾഡ് ട്രംപിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് അത്തരമൊരു നീക്കം ഇറാന്റെ ഭാഗത്ത് സംഭവിക്കുന്നില്ല എന്നാണ്. ഈ രണ്ട് ഏജൻസികൾക്കും തെറ്റുപറ്റി എന്നാണോ ഡോക്ടർ PJ വിൻസെന്റ് താങ്കൾ പറയുന്നത്? ഇല്ല, അത് തെറ്റുപറ്റിയെന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ സാങ്കേതികത്വം പരിശോധിച്ചാൽ ഇതിൻ്റെ ശാസ്ത്രീയമായ വശം 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ 90% എത്തിക്കഴിഞ്ഞാൽ അത് വെപ്പൺ ഗ്രേഡായി. ഈ 90%-ലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പം സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ 60%-ഓളം സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരം 408 കിലോയോളം ഉണ്ട് എന്ന് IAEA തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതവർ സമാധാനപരമായ ആവശ്യത്തിന് ഉപയോഗിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം സമാധാനപരമായ ആവശ്യം എന്ന് പറഞ്ഞാൽ ഊർജ്ജോൽപാദനമാണ്. ഊർജ്ജോൽപാദനത്തിന് 5%-ൽ താഴെ ശുദ്ധീകരിച്ച യുറേനിയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം യുറേനിയം 238, 235 ഈ രണ്ട് ഐസോട്ടോപ്പുകളാണ് വേർതിരിച്ചിരിക്കുന്നത്. യുറേനിയം 238 നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നത്. അതിനകത്ത് നിന്ന് യുറേനിയം 235 എന്ന ഐസോട്ടോപ്പിനെ സെൻട്രിഫ്യൂഗ് ഉപയോഗിച്ച് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത്. അപ്പോൾ 5%-ൽ താഴെ സമ്പുഷ്ടീകരിച്ച യുറേനിയം 235 മതി ആണവ റിയാക്ടറുകളിൽ നമുക്ക് ഊർജ്ജോൽപാദനം നടത്താൻ. 20% വരെ അത് വൈദ്യശാസ്ത്ര ഉപയോഗത്തിലുള്ളൂ. എന്ന് വെച്ചാൽ അതിന് മുകളിലോട്ട് സമ്പുഷ്ടീകരണം നടക്കുന്നത് ആയുധ നിർമ്മാണത്തിന് മാത്രമാണ്. സമാധാനപരമായ ഒരാവശ്യങ്ങൾക്കും യുറേനിയം സമ്പുഷ്ടീകരണം 20%-ൽ മുകളിലേക്ക് നടത്തേണ്ട കാര്യമില്ല. എന്നാൽ IAEAയുടെ തന്നെ റിപ്പോർട്ടിൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ശേഖരമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സമ്പുഷ്ടീകരണത്തിൻ്റെ തോതെടുത്ത് പരിശോധിച്ചാൽ മുകളിലോട്ട് പോകും തോറും വളരെ എളുപ്പം സമ്പുഷ്ടീകരണം സാധ്യമാകും. പക്ഷേ ആ സമ്പുഷ്ടീകരിക്കണമെങ്കിൽ സെൻട്രിഫ്യൂഗുകൾ വേണം. അത് ആക്രമണത്തിൽ തകർന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർക്കത് സാധിച്ചു എന്ന് വരില്ല. പക്ഷേ എവിടെയെങ്കിലും അവർക്ക് സെൻട്രിഫ്യൂഗ്
സെൻട്രിഫ്യൂഗുകൾ തകർക്കപ്പെടാതെ നിലനിർത്താൻ കഴിഞ്ഞാൽ ഈ 60% നിന്ന് വെപ്പൺ ഗ്രേഡിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും. അല്ല, 8 ഈ 9 10 സെൻട്രിഫ്യൂഗുകൾ ദിവസങ്ങൾ തകർത്തു എന്നതായിരുന്നല്ലോ ആദ്യം ഇസ്രായേൽ പറഞ്ഞത്. അതായത് ആണവ നിലയത്തെ നേരിട്ട് ആക്രമിക്കുകയല്ല, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്ന ഈ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ അത് നശിപ്പിച്ചു എന്നതായിരുന്നു. പക്ഷേ അപ്പോഴും ഈ അണ്ടർഗ്രൗണ്ടിൽ, അതായത് ഭൂഗർഭ അറകളിൽ ഈ പ്രക്രിയ നടക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? അത് വളരെ താഴെയുമാണ്. അപ്പോൾ അത് നശിപ്പിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് താങ്കൾ? നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ടാണല്ലോ ഫർദോവും അല്ലെങ്കിൽ നദാൻസ്, പിന്നെ ഇസ്ഫഹാൻ, അറാഖ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ ഭൂമിക്ക് മേലെയുള്ള ഘടനയാണ് സമ്പൂർണ്ണമായി തകർത്തിട്ടുള്ളത്. അതിലിപ്പോൾ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുള്ളത് 3 സ്ഥലത്താണല്ലോ GBU 57 ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു പക്ഷേ ഫർദോയിൽ മാത്രമായിരിക്കാം അവർ അത് പ്രയോഗിച്ചിട്ടുണ്ടാവുക. മറ്റ് സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി നമുക്കറിയില്ല. മാത്രവുമല്ല, ഇതിൽ റഷ്യയുടെയും ചൈനയുടെയും അടക്കമുള്ള നിശബ്ദ സഹായമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ആണവായുധത്തിൻ്റെ പേരിൽ ഇറാനെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ, ഇറാനെതിരെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ അവർ ഈ ആണവശേഷിയൊക്കെ ആർജിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് എന്നതുകൂടി പറയാതെ വയ്യ. പാകിസ്ഥാനിലെ MQ-ഖാൻ യൂറോപ്പിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന സെൻട്രിഫ്യൂഗിൻ്റെ സാങ്കേതികവിദ്യ MU ഖാൻ നേതൃത്വം നൽകിയ ഒരു കള്ളക്കടത്ത് പാത, ആ പാതയിലൂടെയാണ്, അതിൽ ചൈനയുടെ പിന്തുണയുമുണ്ട്. പാകിസ്ഥാനിൻ്റെ MQ ഖാൻ നേതൃത്വം നൽകിയ ആണവ സാങ്കേതിക വിദ്യയുടെ കള്ളക്കടത്ത് പാതയിലൂടെയാണ് ഇറാനിലേക്കും ലിബിയയിലേക്കും ഉത്തര കൊറിയയിലേക്കും ഇതിൻ്റെ സാങ്കേതികവിദ്യ പ്രവഹിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ആശങ്കാകുലമായ കാര്യമാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നം, അത് യഥാർത്ഥത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഇറാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ ആക്രമിക്കാനുള്ള ലോക പോലീസിൻ്റെ ശ്രമം ആത്യന്തം അപലപനീയമാണ്. അത്തരത്തിൽ ഈ 1960കളിൽ തന്നെ CTBT കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി, അതിനു മുമ്പ് PTBT ഉണ്ട്, പാർഷ്യൽ ടെസ്റ്റ് ബാൻ ട്രീറ്റിയിലും NPT-യിലും ഒപ്പിട്ട ഒരു രാജ്യമാണ് ഇറാൻ. അതിന് അങ്ങനെയുള്ള ഒരു രാജ്യം ആണവ ആയുധം ഉണ്ടാക്കാനുള്ള സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും IAEA ഉപയോഗിച്ചും ഇല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഉപയോഗിച്ചൊക്കെ ചെയ്യേണ്ടതാണ്. അവിടെ പോയി ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഒരു അധികാരവുമില്ല. അമേരിക്ക പിന്നെ നമുക്ക് പറയാം, അവർ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗം എന്ന നിലയിലെങ്കിലും പറയാം. പക്ഷേ ഇസ്രായേലിന് ആ പരമാധികാര രാഷ്ട്രത്തിന് മേലെ പോയി ആക്രമിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അപ്പോൾ ഇപ്പോഴത്തെ എസ്കലേഷൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇസ്രായേലിൻ്റെ ഇറാൻ ആക്രമണമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം അവിടുത്തെ റെഷീം ചേഞ്ച്, ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത് എന്താ? ഇറാനിലെ ജനങ്ങളോട് നിങ്ങൾ ആയത്തുള്ള ഖൊമൈനിയെ മാറ്റൂ, അവരുടെ ഭരണകൂടത്തെ മാറ്റൂ എന്നാണ്. ആ ഭരണകൂടത്തെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളല്ലേ. അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് അവിടെയുണ്ട്. മാത്രമല്ല 1979 ദൃഢീകരിച്ച ഒരു ഇസ്ലാമിക വിപ്ലവം ആണ് അവിടെ നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ്റെ ദേശീയതയിൽ ഇറാനിലെ ഷിയായിസം, അതായത് ഇസ്ലാമിക് റെവല്യൂഷൻ, ഇസ്രായേലിലെ ഷിയായിസം ഒരു നാഷണൽ റിലീജിയനാണ്, ദേശീയ മതമാണ്. UK-യുടെ ദേശീയ മതമാണല്ലോ ആംഗ്ലിക്കൻ ചർച്ച്. അതുപോലെ ഇറാൻ്റെ ദേശീയ മതമാണ്. ഇറാനിയൻ ദേശീയതയുമായി വളരെ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഷിയായിസ്റ്റ് ഇസ്ലാമിസം. അപ്പോൾ അതിൻ്റെ പരമോന്നത നേതാവിന് ഒരേ സമയം ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, അയാൾ ഒരു റിലീജിയസ് ഹെഡ് കൂടിയാണ്, വലിയ റൈച്വൽ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന് പറയുന്നു, അവിടെ റെഷീം ചേഞ്ച് ഉണ്ടാക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ രൂപത്തിൽ ഇടപെടാനുള്ള അവകാശം ഇന്ന് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇല്ല. അത് ഡ്യൂ പ്രോസസ്സിലൂടെയാണ് പോകേണ്ടത്. അത് സംഭവിക്കാത്തിടത്താണ് നമ്മൾ ലോകരാഷ്ട്രത്തിൽ നിന്ന് വന്നിട്ടുള്ള മാറ്റം. ശക്തി ഉള്ളവൻ അവന്റെ ആയുധ പ്രയോഗം നടത്തും, അധികാരം പ്രയോഗിക്കും, കളക്ടീവ് സെക്യൂരിറ്റി. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. നമ്മൾ ലോകം ഇതിനു മുൻപും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഇറാഖിൽ ഇതുപോലെ തന്നെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, സമ്പൂർണ്ണമായും ഈ ഡിസ്ട്രക്ട് ചെയ്യുന്ന വെപ്പൺസ് ഉണ്ട്, ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ട്, കെമിക്കൽ വെപ്പൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ കോളിൻ പവലൊക്കെ പറഞ്ഞതും പിന്നീട് അതൊക്കെ വെറും അമേരിക്കയുടെ നുണക്കഥകളാണെന്ന് തെളിഞ്ഞതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ലോക പോലീസിന്റെ ഇടപെടൽ നമ്മളെ സംബന്ധിച്ച് ലോകം ആദ്യമായി കാണുന്നതല്ല. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് കണ്ടാൽ മതി ഇതിനെ, അല്ലേ?
അല്ല, അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഈ ലോക പോലീസിന് എന്തെങ്കിലും നൈതികത ഉണ്ട് എങ്കിൽ അവരാദ്യം ശിക്ഷിക്കേണ്ടത് പാകിസ്ഥാനല്ലേ? അതെ. അമേരിക്കയുടെ ചിറകിൻ കീഴിലായിരുന്നല്ലോ ഇത്ര കാലം പാകിസ്ഥാൻ എന്നത് അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമായിരുന്നു. ഈ 90കളുടെ ഈ അന്താരാഷ്ട്ര യുദ്ധം, ഭീകരതയ്ക്കെതിരായ അന്താരാഷ്ട്ര യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷമാണല്ലോ അമേരിക്കയുമായിട്ട് അല്പം അകലുകയും പാകിസ്ഥാൻ ചൈനയുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തത്. പക്ഷേ അമേരിക്കയുടെ ഗുഡ് ബുക്കിൽ പേരുള്ള സമയത്ത്, അമേരിക്കയുടെ ആശ്രിതനായിട്ട് പാകിസ്ഥാൻ നിന്ന സമയത്താണല്ലോ പാകിസ്ഥാനിലെ MQ ഖാൻ ആണവ കള്ളക്കടത്ത് പാത ലോകം മുഴുവൻ വ്യാപിച്ചത്. അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അടക്കമുണ്ട്. അതേസമയം അമേരിക്കയുമായി നല്ല ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരോട് യുദ്ധമില്ല, അവരെല്ലാം ശരിയാണ്. എന്നാൽ അമേരിക്കൻ വിരുദ്ധ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരെ എല്ലാ തരത്തിലും ആക്രമിക്കും. നോക്കൂ, 1961 മുതൽ 25 വരെ തുടർന്ന ക്യൂബൻ ഉപരോധത്തിന് എന്ത് ന്യായീകരണമാണുള്ളത്? ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ റിട്ടയർഡ് കേണൽ S. ഡിനിയിലേക്ക് കൂടി ഒന്ന് പോയ ശേഷം വരാം.